നമുക്ക് എന്ത് ചെയ്യാം, അവളെ വെൽക്കം ചെയ്യാം. സർ, ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning, sir. Good morning. സൗണ്ട് ബ്രേക്ക് ഔട്ട്. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. കേൾക്കാനില്ല സർ. കേൾക്കണില്ലല്ലോ. ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫോർഗീവ്നെസ്, ഇതേപോലെ ലെറ്റ് ഇറ്റ് ഗോയെ കുറിച്ചാണ്. ഇപ്പോ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക കേട്ടോ. ഇപ്പൊ എന്താണ് ലെറ്റ് ഇറ്റ് ഗോ? ഇപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മളൊരു വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളൊരു വേദന അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ പഴയ കഥയോ നമ്മുടെ മനസ്സിൽ പിടിച്ചു വെക്കാതെ അതിലെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിട്ടുകൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ലെറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവത്തെ മറക്കുന്നതല്ല, അതിനെ അംഗീകരിച്ച് അതിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രനാവുക എന്നുള്ളതാണ്. ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പെയിൻ ഉണ്ടാവും അല്ലെ? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആ പെയിനിലായിരിക്കും പിന്നെ ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആവാന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമ്മളിപ്പോഴും പല ആളുകളും നമ്മൾ ജീവിക്കുന്ന പല ആളുകളും ഇപ്പോഴും നമ്മൾ പ്രസന്റിലല്ല ജീവിക്കുന്നത് അല്ലെ? ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ജീവിക്കുന്നത് പ്രസന്റിലായിരിക്കില്ല. പഴയ വേദനകളിലും പഴയ പരാജയങ്ങളിലും അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളിലും നമുക്ക് മുൻപുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ പെയിന് കൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിലായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ സംഭവിച്ചത് കൊണ്ടല്ല നമുക്ക് പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലൂടെ പോകുന്നത്. ആ സംഭവിച്ചതിനെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടാവും ഇല്ലേ? നമ്മൾ പറഞ്ഞ പോലെ ആ പഴയ വേദനകളിലും ആ പരാജയങ്ങളിലും നമ്മളിപ്പോഴും അതിൽ നിന്ന് പുറത്ത് കിടക്കാത്തത് കൊണ്ടാണ് നമുക്കിപ്പോഴും പ്രശ്നങ്ങളിൽ തുടരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ?
അതായത് നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഇല്ലേ? നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ തളർത്തിയ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ മുൻപ് ഉണ്ടായിട്ടിരിക്കാം. പക്ഷെ അതിപ്പോഴും നമുക്ക് ഓർക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും, ഇല്ലേ, ഒരു വ്യക്തി നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി ഇപ്പൊ കാണുമ്പോഴും നമുക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. അല്ലെങ്കിൽ നമുക്ക് ചില സംഭവങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമുക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ അതിൽ ജീവിക്കുന്നത് കൊണ്ടാണ്, ആ സംഭവം ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് പറയാൻ പോകുന്നത് ഇമോഷണൽ സഫറിങ്ങും റിയൽ ഫ്രീഡം ആണ്. എന്താണ് ഇമോഷണൽ സഫറിങ്? നമ്മൾ വൈകാരികമായിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംഭവം കഴിഞ്ഞിട്ടും അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. എക്സാമ്പിള്, നമ്മളൊരു 5 വർഷം മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്ക് ഇന്നും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവും. ചില ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവും. അതേപോലെ ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇന്നും അതിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ടാവും. അതിൽ നിന്ന് പുറത്ത് കടക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഒരു പരാജയം സംഭവിച്ചിട്ടും, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കും അല്ലെങ്കിൽ ലൈഫിൽ സ്റ്റക്കായിരിക്കാം, പല പരാജയങ്ങൾ സംഭവിച്ചിട്ടും സ്വയം കുറ്റപ്പെടുത്തി, ഇല്ലേ, അതിൽ തന്നെ ആ ഒരു ഇമോഷണൽ റിസർവ് ജയിലിലായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഇമോഷണൽ സഫറിങ്. ക്ലിയർ ആയോ? ഇപ്പൊ യഥാർത്ഥ റിയൽ ഫ്രീഡം എന്താണ്? നമുക്ക് സംഭവം ഓർമ്മയുണ്ടാവും, ഇല്ലേ? അന്ന് സംഭവിച്ച, ചിലപ്പോൾ ഒരു 5 വർഷം മുൻപ് സംഭവിച്ച അല്ലെങ്കിൽ 10 വർഷം മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, അത് നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നില്ല. അത് ഓർമ്മയുണ്ടാവും, അതിന്റെ വേദന നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഭാരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതാണ് റിയൽ ഫ്രീഡം. അതിൽ നിന്ന് നമുക്ക് ഫ്രീഡം കിട്ടുന്നതാണ്. ഇപ്പൊ നമുക്ക് പെയിൻ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് പെയിനുകൾ ഉണ്ടാവും, ഇല്ലേ? ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ലൈഫില് നമുക്ക് പ്രശ്നങ്ങളും വേദനകളും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതിന് നാച്ചുറലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? നമുക്ക് പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടിരിക്കാം, അല്ലേ? നമ്മുടെ കൂടെയുള്ള, ഇപ്പോ നമുക്ക് മുൻപ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല പല ആളുകളും ചിലപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അല്ലേ? നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. പല ബന്ധങ്ങളും നമുക്ക് തകർന്നു പോയിട്ടുണ്ടാവും. കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന, നമ്മൾ അത്രയും സ്നേഹിച്ച്, ഇല്ലേ, നമ്മുടെ കൂടെ കൊണ്ടു നടന്ന പല ആളുകളും ഇപ്പൊ കൂടെ ഉണ്ടാവില്ല. ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടാവാം. നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലേ? ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ കൂടെ നിന്ന ആളുകള് നമ്മളെ ചതിച്ചിട്ടുണ്ടാവാം. വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ പല കൊണ്ട് നമ്മളെ ചതിച്ചിട്ടുണ്ടാവാം. പരാജയപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെ? ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ബിസിനസ്സിലായാലും നമ്മുടെ ലൈഫിലായാലും നമ്മൾ വിചാരിച്ച രീതിയിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലേ? പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതും പരാജയം സംഭവിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊന്നും ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത പോയിന്റ് സഫറിങ് ഈസ്, ഇത് കാഴ്ചപ്പാട്, നമ്മുടെ സഫറിങ് അറ്റാച്ച്മെന്റ് ആണ്. നമുക്ക് വേദനയ്ക്ക് ശേഷം മനസ്സ് പറയുന്ന കഥകളാണ്. അതായത് നമ്മുടെ വേദനയ്ക്ക് ശേഷം, പ്രശ്നങ്ങൾക്ക് ശേഷം, സംഭവങ്ങൾക്ക് ശേഷം നമ്മുടെ മനസ്സ് പറയുന്ന കഥകളാണ് ഈ സഫറിങ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മള് ബുദ്ധിമുട്ട് നേരിടുന്നത്, നമ്മള് പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്തിനാണ് എനിക്ക് മാത്രം ഇത് സംഭവിച്ചത്, ഇല്ലേ? പറയാറില്ലേ, എന്റെ ലൈഫ് എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ദൈവം എനിക്ക് മാത്രം ഇത്രത്തോളം പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് എനിക്ക് ഇത്രത്തോളം കഷ്ടപ്പാട് തന്നുകൊണ്ടിരിക്കുന്നത്?
അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെ, അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും സന്തോഷം കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്, അല്ലെ. എന്തിനാണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അത്തരം രീതിയിൽ അവരെന്തിനാണ് എന്നോട് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ. സംഭവം ഒരു തവണ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടാവുക, പ്രശ്നങ്ങൾ ഒരു തവണ മാത്രമാണ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ മനസ്സ് 1000 തവണ ചിലപ്പോൾ ഇത് ആവർത്തിച്ചിട്ടുണ്ടാവും. ഒറ്റ തവണയായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മള് അത് 1000 തവണ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ഉണ്ടാവാറുണ്ടോ? ഇത് ഉണ്ടായിട്ടുണ്ടോ? പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകള് നേരത്തേക്ക് അങ്ങനെ തോന്നിയിരുന്നു, ഇപ്പൊ അങ്ങനെ തോന്നാറില്ല. നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ്സും EFT ഒക്കെ ചെയ്തുകൊണ്ട് കേൾക്കുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അന്ന് അവരുടെ ട്രോമ കൊണ്ടാണ് നമ്മളോട് അങ്ങനെ ചെയ്തത് എന്നുള്ളതൊരു മെന്റാലിറ്റിയിൽ എത്താൻ തുടങ്ങുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ നമുക്കതങ്ങനെ ഇപ്പൊ തോന്നാറില്ല, അല്ലെ? എപ്പോഴും ഇല്ല ഇല്ല, അങ്ങനെ തോന്നാറില്ല. അപ്പൊ അവരൊരു ട്രോമ കൊണ്ടാണ് ചെയ്യുന്നത്, അതിനപ്പൊ തന്നെ നമുക്കത് ക്ഷമിച്ച് കളയാൻ പറ്റുന്നുണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകള് ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നു? നമ്മളെ ഹീൽ ചെയ്യപ്പെടാത്ത ഇമോഷണൽ വോൺസ് ഉണ്ടാവും, അല്ലേ? നമ്മളെ സുഖപ്പെടുത്താതെ, ഹീലിംഗ് നടക്കാത്ത വൈകാരികമായിട്ടുള്ള മുറിവുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ മരുന്ന് കൊടുത്ത് നമ്മളത് ക്ലിയർ ആക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ പക്ഷെ അതേപോലെ നമ്മുടെ ശരീരത്തിലെ മുറിവുകൾക്ക് മരുന്ന് കൊടുക്കാതെ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ എന്ത് സംഭവിക്കാം? അത് പഴുക്കുന്നത് പോലെ, അല്ലെ, പഴുത്ത് പ്രശ്നമാവുന്നത് പോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയാൽ, അതിന് മരുന്ന് കൊടുക്കാതെ വിട്ടു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് വർഷങ്ങളോളം ഇത് മുറിവ് പഴുക്കുന്നത് പോലെ തന്നെ ഇത് പഴുത്ത് വർഷങ്ങളോളം നമ്മളെ വേദനിപ്പിക്കും. നമ്മൾ അതിൽ സ്റ്റക്കായിരിക്കും, അല്ലേ? നമുക്ക് ഹീൽ ചെയ്യപ്പെടാത്ത മുറിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെന്താണ്? ചിലപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലേ? ഒരുപാട് അവഗണനകൾ നേരിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ചതിക്കപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, നമ്മളെ ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് അപമാനങ്ങൾ നേരിട്ടുണ്ടാവും, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇവയെ നമ്മൾ സംസാരിക്കാതെ അല്ലെങ്കിൽ നേരിടാതെ ഇരിക്കുന്ന സമയത്തിന് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അല്ലേ? അപ്പൊ നമുക്ക് ഹീൽ ചെയ്യാത്ത, ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ച് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു കാര്യങ്ങളെ, ആ ഒരു പെയിന് നമുക്ക് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് മാറും. അത് നമ്മളെ ലൈഫിൽ നമുക്ക് സ്റ്റക്ക് ആവും, അല്ലെ? നമ്മുടെ പഴയ കാര്യങ്ങളിൽ സ്റ്റക്ക് ആവും. പിന്നെ നമുക്ക് അടുത്ത പോയിന്റാണ് ലാക്ക് ഓഫ് ഫോർഗീവ്നെസ്. നമ്മൾ ക്ഷമിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ, അല്ലെ? നമ്മൾ ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാതിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പല ആളുകളും വിചാരിക്കുന്നത് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവര് വിജയിക്കും, അല്ലെ? അവർക്ക് ക്ഷമിച്ചു കൊടുത്താലേ മറ്റുള്ളവര് വിജയിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ക്ഷമിച്ചു കൊടുത്താൽ, അവർക്ക് ക്ഷമിച്ചു കൊടുത്താല് ഞാൻ സ്വതന്ത്രനാവും, അല്ലെ? ആ ഒരു പെയിനിൽ നിന്ന് നമ്മൾ സ്വതന്ത്രനാവും. ഇതോ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റിനെ അംഗീകരിക്കലല്ല,
അല്ലെ? അവർ ചെയ്ത തെറ്റ് അത് അംഗീകരിച്ച് അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, അതിൽ നിന്നുണ്ടാകുന്ന ആ ഭാരത്തിൽ നിന്ന് നമ്മൾ സ്വയം മോചിതനാവുന്നതാണ്. നമ്മൾക്ക് വേണ്ടി. അതെ, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിക്കാത്തപ്പോൾ നമ്മൾ മറ്റൊരാളെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. നമ്മുടെ നമ്മളെ തന്നെ സ്വന്തം നമ്മുടെ മനസ്സിനെ തടവറയിലാക്കുന്നതാണ്, നമ്മളെ ജയിലിലാക്കുന്നതാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ സ്റ്റക്ക് ആവുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും ഇപ്പോഴും പാസ്റ്റിൽ കുടുങ്ങി കിടക്കുന്നത്. ലാക്ക് ഓഫ് ഫോർഗീവ്നെസ്, അതേപോലെ അൺഹീൽഡ് ഇമോഷണൽ വൗണ്ട്സ്. പിന്നെ ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ്, അടുത്ത പോയിന്റ്. നമ്മളെ ഇല്ലേ, വേദനയുടെ ഒരു കഥ, നമുക്ക് എല്ലാവർക്കും വേദനയുടെ ഒരു കഥ വേണ്ടാവും. അതിന്റെ ഒരു ഭാഗമായിട്ട് മാറാറാണ്. എന്നെ എല്ലാവരും വേദനിപ്പിച്ചു, എനിക്ക് ഭാഗ്യമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇല്ലേ? ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യില്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് സ്വയം നമ്മുടെ ഉള്ളിൽ, പുറത്ത് കാണുന്നതല്ല നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, നമ്മളോട് എങ്ങനെയാണോ പറയുന്നത്, അതാണ്. അപ്പൊ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എന്താണ്? ആവർത്തിച്ച് പാറ്റേൺ വരുമ്പോ അത് തന്നെ ആയിത്തീരും. അതെ, ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതൊരു വേദനയായിട്ട് മാറരുത്, നമുക്കത് ഒരു തിരിച്ചറിവായിട്ട് മാറണം. നമ്മൾ എന്താണ്, എവിടെയാണ് സ്റ്റക്ക് ആയി കിടക്കുന്നത്. നാലാമത്തെ പോയിന്റ്, ഫിയർ ഓഫ് മൂവിങ് ഫോർവേഡ്. നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ഭയം ഉണ്ടാവും, അല്ലെ? സ്റ്റക്കായി കിടക്കുന്നു, മുന്നോട്ട് പോകാൻ നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് പരിചയമുള്ള കാര്യമാണ്, അല്ലെ? നമ്മുടെ പ്രോബ്ലം നമുക്ക് വേദന ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കത് പരിചയമുള്ള കാര്യമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്ക്, അതിനാൽ പലരും അറിയാതെ തന്നെ പഴയ വേദനയിൽ സ്റ്റക്കായി കിടക്കും, അല്ലെ? നമ്മൾ ചിന്തിക്കും, അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം ഉണ്ടാവുമോ, വീണ്ടും പരാജയപ്പെടുമോ, വീണ്ടും ചതിക്കപ്പെടുമോ, വീണ്ടും ഞാൻ വേദനിക്കേണ്ടി വരുമോ, അല്ലേ? നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് പ്രശ്നങ്ങളിലൂടെ പോകുന്നതായിരിക്കും, അത് പെയിൻ ഉണ്ടാവാം. അതിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറല്ല, അല്ലെ? മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറല്ല. അതിൽ മാറിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ വീണ്ടും പരാജയപ്പെടുമോ, വീണ്ടും ചതിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ അവിടെ സ്റ്റക്കാവും. പഴയ കാര്യങ്ങളിൽ, പഴയ വേദനകളിൽ നമ്മൾ സ്റ്റക്കാവും. അടുത്ത പോയിന്റ്, നീഡ് ഫോർ ജസ്റ്റിസ്. നമുക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെ? പലർക്കും തോന്നും അവർ ചെയ്തതിന് ശിക്ഷ കിട്ടണം, അല്ലെ? അവർ നമ്മളോട് ചെയ്തു, അവര് നമ്മളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിച്ചു, അല്ലെങ്കിൽ ചതിച്ചു. അപ്പോ അവരല്ലേ നമ്മളോട് പ്രശ്നങ്ങൾ ചെയ്ത്, അപ്പൊ അവർക്ക് ശിക്ഷ എന്തായാലും കിട്ടണം. അത് സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടണമെന്ന് സ്വാഭാവികമാണ്, നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികം. പക്ഷെ വർഷങ്ങളോളം നമ്മൾ ആ ചിന്തയിൽ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ സമാധാനം നഷ്ടമാവും, അല്ലെ? ആ തെറ്റ് ചെയ്ത ആള് ചിലപ്പം, അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അവർ മറന്നു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷെ നമ്മളത് വർഷങ്ങളോളം നമ്മളത് ആലോചിച്ച് അതിന് ശിക്ഷ കൊടുത്ത് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരുന്നാല്, അതിൽ തന്നെ ജീവിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവരോടുള്ള പ്രതികാരമല്ല, നമ്മൾ അതിൽ നിന്ന് മൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇത്തരം ചിന്തകളും നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതും നമ്മൾ പാസ്റ്റിലൂടെ സ്റ്റക്ക് ആവും. പിന്നെ നമ്മള് റിഗ്രറ്റ് ചെയ്യാറുണ്ട്, അല്ലെ? അതേപോലെ ഗിൽറ്റ് തോന്നാറുണ്ട്, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തത്.
അപ്പൊ ഇങ്ങനെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താണ്, നമുക്ക് വളർച്ച ഉണ്ടാവില്ല, നമ്മളവിടെ സ്റ്റക്ക് ആവും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും അതിൽ നിന്നൊക്കെ നമുക്ക് പാഠം പഠിക്കാം അല്ലേ? അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അവരെ എന്നോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ആ ഒരു പാഠം നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാം. പക്ഷെ സ്വയം നമ്മളെ ശിക്ഷിക്കുന്ന നിർത്തണം. അടുത്ത പോയിന്റ് ഇമോഷണൽ അഡിക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് സാർ. ഇമോഷണൽ അഡിക്ഷൻ വർഷങ്ങളോളം പറഞ്ഞ പോലെ ഒരു ഒരു വികാരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതിനോട് സെറ്റ് ആവും അല്ലെ? പരിചയമുള്ളതാവും. നമുക്കൊരു ദുഃഖം വരുന്നത്, അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്, പരാതികളും നിരാശകളൊക്കെ ആണെങ്കിൽ ഇവ ആവർത്തിച്ച് അനുഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് നമ്മൾ തന്നെ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അതിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവ നമ്മുടെ മനസ്സിന്റെ കംഫർട്ട് സോണിലായി മാറും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും, സന്തോഷം തരുന്ന പല കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ പോലും വീണ്ടും പഴയ വേദനയിലേക്ക് മടങ്ങുന്നത് അല്ലെ? അതിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അതിൽ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെ നോക്കിയാൽ മതി, ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പിന്റെ സ്റ്റോറി, സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ മതി. അവരുടെ വേദനകളും അവരുടെ പ്രശ്നങ്ങളും പറയുന്ന ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് ഒരു പതിവായിരിക്കും. അവരതിൽ തന്നെ അതിൽ ആ പെയിനിൽ കുടുങ്ങിക്കിടങ്ങുക, അത് അവർക്കൊരു ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള റീൽസ് കാണാം, അത്തരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടും. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് കാണാനോ നമുക്കത് ഫീൽ ചെയ്യാനോ കഴിയില്ല. നമ്മൾ മറ്റേ കാര്യങ്ങളിൽ അവിടെ സ്റ്റക്കായിരിക്കും. നമുക്കതിങ്ങനെ കാണുമ്പോൾ ശരിയാണ്, ഞാനിപ്പോ പോകുന്നത് ഈ ഒരു അവസ്ഥയിലൂടെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ. അടുത്ത പോയിന്റ് ലാക്ക് ഓഫ് ആക്സെപ്റ്റൻസ്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലെ? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് സംഭവിക്കാതിരിക്കരുതായിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രമാണല്ലോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പൊ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, അവിടെയും നമ്മൾ സ്റ്റക്ക് ആവാം. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ സ്റ്റക്ക് ആവും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഹീലിംഗ് ആരംഭിക്കുന്ന എവിടെയാണ്? ഇതെനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇത് സംഭവിച്ചു അല്ലേ? എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, കാര്യങ്ങൾ ഉണ്ടായി, പക്ഷെ അതെനിക്ക് ഓക്കെ അല്ല, ഇഷ്ടമല്ല, പക്ഷെ ഇത് സംഭവിച്ചു. അത് ആക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കത് ഇഷ്ടപ്പെടലല്ല. നമുക്കിത് നമ്മുടെ ലൈഫിൽ വന്നു, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. മറ്റുള്ള ആളുകളൊന്നും നമ്മളെ കൺട്രോളിലല്ല അല്ലേ? പലരും നമ്മളോട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അവർ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അല്ലെ, നമ്മൾ അത്രത്തോളം നമ്മളെ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം. അപ്പൊ അവര് നമ്മളോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മളെ അറിയാതെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ നമുക്കിത് ഇഷ്ടമല്ല, പക്ഷെ അത് സംഭവിച്ചു, അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രശ്നത്തെ ഇഷ്ടപ്പെടുന്നതല്ല, അത് യാഥാർത്ഥ്യത്തെ അല്ലെ, യാഥാർത്ഥ്യത്തെ നമ്മള് അത് അംഗീകരിക്കലാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. അടുത്ത പോയിന്റ്, എന്തുകൊണ്ടാണ് ആളുകളെ സഫർ ചെയ്യുന്നത്?
നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ആളുകൾ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫില് ഉണ്ടാവുന്ന പല വേദനകളും നമുക്കുണ്ടാകുന്ന ആ സംഭവങ്ങൾ കൊണ്ടല്ല, നേരത്തെ പറഞ്ഞ പോലെ ആ സംഭവങ്ങൾ നമ്മൾ ഈ പ്രതികരിക്കുന്ന രീതിയാണ് അല്ലേ നമുക്ക് കൂടുതൽ വേദന നൽകുന്നത്. നമുക്കൊരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടായി, ആ ഒരു വേദന ഉണ്ടായി, അതിലൊരു കാര്യത്തിൽ നിന്ന് വേദന ഉണ്ടായി, പക്ഷെ നമ്മൾ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്, ആ രീതിയാണ് നമ്മൾ പലപ്പോഴും വേദന സൃഷ്ടിക്കുന്നത് അല്ലെ? സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആക്സെപ്റ്റ് ചെയ്യാത്ത സമയത്ത് നമുക്ക് അത് മനസ്സ് സമ്മതിക്കാതിരിക്കുമ്പോൾ എന്താണ് ആ വേദന വർദ്ധിക്കും. ഇത് സംഭവിക്കാതിരിക്കരുതായിരുന്നു അല്ലെ? അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ജീവിതം ഇങ്ങനെ ആകണ്ടില്ലായിരുന്നു ഇല്ലേ? ഇത്തരം ചിന്തകൾ വരും ഇല്ലേ? ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു, ഞാൻ ആഗ്രഹിച്ച പോലെയല്ല എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഇത്തരത്തിൽ വരാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ അവിടെ സഫർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്തത് ഫിയർ ഓഫ് ലോസ്. നമുക്ക് നഷ്ടപ്പെടുന്നുള്ള ഭയം അല്ലെ? ആളുകളെ നഷ്ടപ്പെടുമോ, നമുക്ക് പണം നഷ്ടപ്പെടുമോ, സ്ഥാനം നഷ്ടപ്പെടുമോ, സ്നേഹം നഷ്ടപ്പെടുമോ, ഇത്തരത്തിലുള്ള ചിന്തയും നമ്മളെ സ്റ്റക്കാകും അല്ലെ? നമ്മൾ സഫർ ചെയ്യാൻ കാരണമാകും. ഈ ഭയം, ഇത്തരത്തിലുള്ള ഭയം എന്താണ്, നമ്മുടെ കൂടുതൽ എപ്പോഴും നമ്മുടെ ആങ്സൈറ്റി ഉണ്ടാക്കും അല്ലെ? നിരന്തരം നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഇനിയും അത്ര ആളുകൾ വരും, അല്ലെങ്കിൽ ഇനി ഇത്രയും പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കും, ഓവർ തിങ്കിങ് വന്നുകൊണ്ടിരിക്കും. പലപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമ്മൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കും നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നമുക്ക് ലൈഫിൽ ഉണ്ടാവും, പക്ഷെ അത് പോവോ ഇല്ലേ? നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കൂലേ? നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോവോ? അങ്ങനെ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ പല ആളുകൾക്ക് തോന്നാറുണ്ട് ഇല്ലേ? അവർ നഷ്ടപ്പെട്ടു പോവോ, അവരെന്നെ ഇട്ടേച്ച് പോവോ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം അവരിൽ നിന്ന് എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോവോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇത്തരം ചിന്തകൾ ഇത്തരം ചിന്തകൾ നിരന്തരം നമുക്കുണ്ടാകുമ്പോൾ എന്താണ്, നമുക്ക് ആങ്സൈറ്റി, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ പറഞ്ഞ പോലെ നമ്മൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നത് നഷ്ടപ്പെടുക എന്നുള്ള ഭയത്തിൽ കൂടുതൽ വേദനിക്കുന്നത് കൊണ്ടാണ്. അടുത്തത് എല്ലാം നമുക്ക് നിയന്ത്രിക്കണം അല്ലെ? നമുക്ക് ആവശ്യമുള്ള കാര്യം, നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാണ്. നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാം, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാം അല്ലെ? നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം. പക്ഷെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? മറ്റുള്ള ആളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവരുടെ നമുക്ക് നന്നാക്കാൻ പറ്റുമോ? അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചില സാഹചര്യങ്ങൾ നമ്മളെ കൺട്രോളിലല്ല. നമ്മുടെ ഭാവി നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ കൺട്രോളിലാണ് ഇപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പോ നമ്മൾ സഫർ ചെയ്യുന്നതിന്റെ വേറൊരു കാരണം കൂടി ഇതാണ്. നമ്മുടെ കയ്യിലല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് നമ്മുടെ സമ്മർദ്ദത്തിനുള്ള പ്രധാന കാരണം. എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ പിടിച്ചു വെക്കാൻ നോക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തും.
നമുക്ക് നമ്മളെ കൺട്രോളിലാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിലാണ്. എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മുടെ കൺട്രോളിലല്ലാതെ പോകുന്നുണ്ടല്ലോ ചില സമയത്ത് നമ്മുടെ ചിന്തകളെ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റും. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ കൺട്രോളിലാണ്. പക്ഷെ അതും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാറുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലേ? നമ്മളെ തീരുമാനങ്ങൾ മറ്റുള്ള ആളുകളോട് ചോദിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ പ്രവർത്തികൾ എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. അപ്പൊ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ. ഇത് നമ്മൾ വിട്ട് കളയണം. അല്ലെങ്കിൽ അതിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത പോയിന്റ് ഓവർ തിങ്കിങ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വീണ്ടും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട്, എങ്ങനെയായിരുന്നു, ഇനി എന്താവും, ഇനി എന്റെ ലൈഫ് ഇനി എന്താവും, മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ ശരിയാണോ, എൻ്റെ അടുത്ത് തന്നെയാണോ തെറ്റി, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ശരിയുണ്ടോ? അങ്ങനെ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാറുണ്ട്, അല്ലേ? ഇങ്ങനെ ഇത്തരം ചിന്തകള്, ഇത്തരം എന്തുകൊണ്ട്, എങ്ങനെയായിരിക്കണം, ഇനി എന്താവും, ഇനി ഞാൻ ശരിയാണോ അല്ലെങ്കിൽ ഞാൻ തെറ്റാണോ, ഞാൻ ചെയ്തത് തെറ്റാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിനെ ഈ ഓർമ്മ എന്താ നമ്മുടെ മൈൻഡിനെ ക്ഷീണിപ്പിക്കും, അല്ലേ? ഇത് നമ്മുടെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നമുക്ക് ആ പ്രശ്നം തീരെയല്ല ചെയ്യുന്നത്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക ചെയ്യുന്നത്. ചില ആളുകളുണ്ട്, ചില ഇതിന്റെ കാരണങ്ങളെ തേടി പോകും, അല്ലേ? ഇതിന്റെ അറ്റം വരെ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ കൂടെ അതിന്റെ കൂടെ പോവാറുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡിനെ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, റീപ്ലേയിങ് പാസ്റ്റ് മെമ്മറീസ്. നമ്മൾ പഴയ കാലത്തിൽ വീണ്ടും വീണ്ടും ജീവിക്കല്ലേ, അതിങ്ങനെ റീപ്ലേ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം ഒരിക്കൽ മാത്രം നടന്നിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ 100 കണക്കിന്, അല്ലെ, അല്ലെങ്കിൽ 1000 തവണ നമ്മളെ അതിൽ തന്നെ ജീവിക്കും. പഴയ അപമാനം, അല്ലെ, പഴയ പരാജയം, പഴയ ബന്ധങ്ങളിൽ, പഴയ വേദനകളിൽ. അപ്പോ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുമ്പോ, അല്ലെ, അന്ന് സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായിരിക്കാം. വീണ്ടും ആ ഒരു പരാജയത്തിൽ നമ്മളെ ജീവിക്കുമ്പോൾ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഇതേപോലെ സഫർ ചെയ്യും. ഇനി എന്താണ് ഫോർഗീവ്നെസ്? അടുത്ത നമ്മൾ നോക്കുന്നത്, നമ്മൾ ലെറ്റ് ഗോ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യുന്നതും, ഇല്ലേ, പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഫോർഗീവ്നെസ്? നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ തെറ്റ് ചെയ്ത ആളുകളെ വെറുതെ വിടുക എന്നുള്ളതാണ്, അല്ലെ? ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല, അവരോട് ഒരിക്കലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല. അവരെന്നോട് ചെയ്ത പല കാര്യങ്ങളും എന്നെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെ? അത്രത്തോളം അവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ മരിച്ചാലും ഞാൻ മറക്കില്ല, അല്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ലെറ്റ് ഗോയിൽ പറയുന്ന പോലെ തന്നെ, നമ്മൾ തെറ്റ് ചെയ്ത ആളുകളെ വെറുതെ വിടുക എന്നുള്ളതല്ല. അതാണ് പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മള് യഥാർത്ഥത്തിൽ എന്താണ് ഫോർഗീവ്നെസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമ്മളെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കാം, അല്ലേ? ഇപ്പൊ നമ്മളോട് ഒരാളെ തെറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഇനി അത് നമ്മളിപ്പോഴും ആ ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, അത് ആളത് അന്നേ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളത്
നമ്മുടെ മനസ്സിൽ അത് കൊണ്ട് നടന്ന് ഇല്ലേ, വീണ്ടും വീണ്ടും ആ ഒരു പേര് ഓർക്കുമ്പോൾ, ആളെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആ അന്നത്തെ പ്രവൃത്തി കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ആളോട് ദേഷ്യം, വെറുപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ സമാധാനം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആളുടെ ജീവിതം അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോഴും അവിടെ സ്റ്റക്ക് ആയിരിക്കും. അപ്പോ ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ആ സംഭവിച്ചത് ശരിയാണെന്ന് നമ്മൾ ശരിവെക്കുന്ന കാര്യമല്ല. ആ ഒരു പെയിനിൽ നിന്ന്, അതിൽ നിന്നുണ്ടായിട്ടുള്ള പെയിനിൽ നിന്ന്, ആ വേദന ഉണ്ടാകുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പോരുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ സ്റ്റക്ക് ആവാതെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാം, സമാധാനം നഷ്ടപ്പെടാം, നമുക്ക് പ്രതികാരം തോന്നാം, അല്ലേ? ഇതെല്ലാം ഉണ്ടാവാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടെ സമാധാനം തിരഞ്ഞെടുക്കലാണ്, അല്ലേ? അവർക്ക് പ്രതികാരം അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മളത് നേടിക്കൊടുക്കണം, ഇല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയമപരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പോകണം, ആൾക്ക് ശിക്ഷ ലഭിക്കണം. പക്ഷെ അത് വർഷങ്ങളോളം നമുക്ക് നമ്മളെ ശിക്ഷിക്കാതെ നമുക്ക് അതിൽ നിന്ന്, ആ ഒരു പെയിനിൽ നിന്ന് നമുക്ക് റിലീസ് ആവണം. അപ്പൊ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നുള്ള തീരുമാനമാണ്. നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവരോട് ദേഷ്യം തോന്നാം, പ്രതികാരം തോന്നാം, അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുമെന്നൊക്കെ തോന്നാം. പക്ഷെ അതിൽ നിന്ന് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. യെസ് യെസ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഇതേപോലെ വെറുപ്പ്, ദേഷ്യം, നമുക്ക് പരാതി, നിരാശ, പക, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവ വർഷങ്ങളോളം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ, അവ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മളെയാണ് നശിപ്പിക്കുന്നത്. അപ്പോ അതിലുണ്ടാകുന്ന നമ്മളെ തന്നെ സ്വയം നശിപ്പിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന ആ ഒരു വിഷം നമ്മൾ പുറത്ത് കളയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മറ്റുള്ള ഒരാളോട് ദേഷ്യം തോന്നിയിട്ട് അല്ലെങ്കിൽ വെറുപ്പ് തോന്നിയിട്ട് നമ്മുടെ കയ്യിൽ തീക്കനൽ വെച്ചാൽ എന്താ സംഭവിക്കാം? നമ്മൾക്ക് തന്നെ പൊള്ളും. നമ്മുടെ കൈ പൊള്ളും, ഇല്ലേ? നമുക്ക് ആൾക്ക് വേദനിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഒരു തീക്കനൽ എടുത്തിട്ട് നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് ആളോടുള്ള ദേഷ്യം മുഴുവനും നമ്മുടെ പുറത്ത് കാണിച്ചിട്ട്, ഇല്ലേ? നമ്മൾ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? നമ്മൾക്കാണ് ആദ്യം ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുമ്പോൾ, അല്ലെ, നമ്മൾ അതിൽ കുടുങ്ങി കിടക്കുന്ന സമയത്ത് നമുക്കാണ് ഈ പൊള്ളി പോകുന്നത്. ഇമോഷണൽ ഫ്രീഡം, അടുത്ത പോയിന്റാണ് ഇമോഷണൽ ഫ്രീഡം. നിങ്ങൾ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ? എന്നെപ്പോലെ വേദനിപ്പിച്ചിട്ടുണ്ടായാൽ ആ ഒരാളെ ഓർക്കുമ്പോൾ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിരിക്കാം, പക തോന്നിയിരിക്കാം, ആളോട് കോപം തോന്നിയിരിക്കാം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വർഷങ്ങളോ, ചിലപ്പോൾ ഒരു 10 വർഷം മുൻപ് നടന്ന സംഭവമാണ്, അല്ലെങ്കിൽ ഒരു 5 വർഷം മുൻപ് നടന്നൊരു കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു സംഭവത്തെ ഓർത്ത് നിങ്ങളെ ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ആ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ്. നിങ്ങളുടെ ഇമോഷൻ ഇപ്പോഴും നിയന്ത്രിക്കുന്ന ആ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കൺട്രോളിലല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ, നിങ്ങൾക്ക് പണ്ട് നടന്നിട്ടുള്ള, മുൻപ് 1 വർഷം 2 വർഷം മുൻപ് നടന്നിട്ടുള്ള കാര്യം ഓർത്ത് നിങ്ങൾക്ക് ഇപ്പോഴും പെയിൻ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോഴും അതിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയോ ആ ഒരു സംഭവങ്ങളോ ആയിരിക്കാം. ഫൊർഗീവ്നെസ് സംഭവിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഓർമ്മ ഉണ്ടാവാം, നമുക്ക് അതിൽ നിന്ന് കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവും, നമുക്ക് അതിൽ നിന്ന് ഒരുപാട്, ഇല്ലേ,
പക്ഷെ നമുക്ക് ആ നിയന്ത്രണം ഉണ്ടാവില്ല, നമ്മൾ അതിൽ സ്റ്റക്ക് ആവില്ല, നമ്മളത് പിടിച്ചു വെക്കില്ല, നമുക്ക് കൺട്രോൾ ചെയ്യില്ല. അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇമോഷണൽ ഫ്രീഡം, ആ ഒരു പ്രശ്നത്തിൽ നിന്ന്. ഡിറ്റാച്ചിങ്, അടുത്ത പോയിന്റാണ് ഡിറ്റാച്ചിങ് ഫ്രം സഫറിങ്. നമ്മൾ വേദനയിൽ നിന്ന് വേർപ്പെടുന്നത്, ഡിറ്റാച്ച് ചെയ്യുന്നത്. അല്ലേ, നമുക്ക് പെയിൻ ഉണ്ടാവാം, വേദനകൾ ഉണ്ടാവാം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ആ സംഭവത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകുന്നതല്ല, ഒളിച്ചോടുന്നതല്ല, ആ സംഭവവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന വേദനയിൽ നിന്ന് നമ്മൾ ഫ്രീ ആവുന്നതാണ്, സ്വതന്ത്രനാവുന്നതാണ്. ആ സംഭവം കഴിഞ്ഞു, പക്ഷെ മനസ്സ് അത് വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു ഇതിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ചക്രത്തിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇല്ലേ, നമ്മൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിങ്ങനെ സംഭവിക്കേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫൊർഗീവ്നെസ് ചെയ്തു കൊടുത്താൽ എന്താണ്, നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ആ പ്രശ്നം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവില്ല. ഓർമ്മകൾ ഉണ്ടാവും, ആ സംഭവത്തിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ആ ഇമോഷൻ അവിടെ ഇല്ലാതായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ പലർക്കും ക്ഷമിക്കാൻ കഴിയാത്തത്? നേരത്തെ പറഞ്ഞ പോലെ പല ആളുകൾക്കും പറയും, എനിക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല, അവനോട് ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ, അതെ അവരുടെ ഉള്ളിൽ അത്രത്തോളം സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെ അതെ, പല ആളുകൾക്കും ഇങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവർക്കത് കഴിയാറില്ല. നമ്മളെ ഹീലിംഗ് സെഷനിലൊക്കെ വന്നു കഴിഞ്ഞാല് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകള് എനിക്ക് കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്യാറുണ്ട്, അത് വിട്ടു പോവാറുണ്ട്. നമ്മളത് മനസ്സിൽ ആഗ്രഹിച്ചാലും പലപ്പോഴും നമുക്ക് ആ ഒരു വേദന കൊണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ട്രോമ ഉണ്ടായത് കൊണ്ടോ, അല്ലെങ്കിൽ ഭയമുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ വീണ്ടും വരുന്നത് കൊണ്ടോ നമുക്കത് ചെയ്യാൻ പറ്റാതാവാറുണ്ട്. അതിലൊരു പ്രധാന കാരണമാണ് ഈഗോ. നമ്മളെ ഏറ്റവും ഫൊർഗീവ്നെസിന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ്. നമ്മൾ പറയൂല്ലേ, ചില ആളുകൾ പറയുന്നത് ഞാനാണ് ശരി, അവനാണ് തെറ്റ് ചെയ്തത്. ഇല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് ശരി, അവനാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവളാണ് തെറ്റ് ചെയ്തത്, അവരാണ് എന്നോട് അങ്ങനെ പെരുമാറിയത്, അവനാദ്യം മാപ്പ് പറയണം, അല്ലെങ്കിൽ അവരെന്നോട് വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം, ഞാൻ എന്തിനു ക്ഷമിക്കണം, അവൻ തെറ്റ് ചെയ്തുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം, ഞാൻ എന്തിനു ക്ഷമിച്ചു കൊടുക്കണം. ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഈഗോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഈഗോ നമ്മൾ ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അല്ലെ, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റാണ് ഈ റിവെഞ്ച് മൈൻഡ് സെറ്റ്. എനിക്കെപ്പോഴും പ്രതികാരമുള്ള ഒരു മനോഭാവമുള്ള ആളുകൾ ഉണ്ടാവും. അല്ലെ, പലർക്കും പ്രതികാരം തോന്നും. അവരനുഭവിക്കണം, അല്ലെ, അവരെന്നോട് ചെയ്തതിന് അവരനുഭവിക്കണം, അവന് എന്നോട് ചെയ്ത, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ പെയിൻ ഉണ്ടല്ലോ, ആ ഒരു വേദന ഉണ്ടല്ലോ, ഞാൻ ഇത്രത്തോളം അനുഭവിച്ചിട്ടുള്ള ഒരു വേദന ഉണ്ട്, അല്ലേ, അത് അവരും അനുഭവിക്കണം. അത് എത്രത്തോളം ഉണ്ടെന്ന് അവരനുഭവിക്കണം. ഈ വേദന എന്താണെന്ന് അവരനുഭവിക്കണം, അവരറിയണം. ഇത് സ്വാഭാവികമായിട്ട് പല ആളുകൾക്കും തോന്നും. ഇത് നമുക്കിങ്ങനെ ഈ ഒരു പെയിന് നമുക്കിങ്ങനെ ഓർക്കുമ്പോണ്ടല്ലോ, നമുക്ക് അവർക്ക് പ്രതികാരം ചെയ്തിട്ട് ഇപ്പൊ മനസ്സിലായോ ഞാൻ അനുഭവിച്ച എന്താണെന്ന്, നീയും അനുഭവിക്കുക, നിന്റെ വേദന നീയൊന്ന് അനുഭവിക്കുക, ഞാൻ എത്രത്തോളം
ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്ന്, ആ ഒരു പെയിനിൽ ജീവിച്ചിട്ടുണ്ടെന്ന് നീയും അനുഭവിക്കും. ഇത്തരം ചിന്തകളും ഉണ്ടെങ്കിലും നമുക്കൊരാൾക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇത് സ്വാഭാവികമായിട്ട് പല ആളുകൾക്കും വരുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ പ്രതികാര മനോഭാവം താൽക്കാലികം നമുക്ക് സംതൃപ്തി നൽകാം, പക്ഷെ നമുക്കത് സമാധാനം നൽകില്ല. നമുക്കത് ആലോചിക്കുമ്പോ തന്നെ, ഓർക്കുമ്പോൾ തന്നെ ഇത്തരം ചിന്തകൾ വരുന്നത് ഇല്ലേ? താൽക്കാലിക സംഭവം സമാധാനം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന പോലെ തന്നെ അതിങ്ങനെ ഓർക്കുമ്പോ നമുക്കൊരു സുഖം തോന്നും, പക്ഷെ നമുക്ക് സമാധാനം കിട്ടില്ല. അടുത്ത പോയിന്റ് ഞാൻ ശരിയാണെന്നുള്ളൊരു ഇല്ലേ? അടുത്ത പോയിന്റാണ് ഞാൻ ശരിയാണ്. ചില ആളുകൾ ഞാൻ ശരിയാണ് അത് തെളിയിക്കാനായിട്ടും നടക്കും അല്ലേ? വർഷങ്ങളോളം നമ്മളിത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ഈ ആളുകൾ വഴക്കുകളും പരാതികളും പിടിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ ശരിയാണ്. ആ പ്രശ്നം വേദനയല്ല അല്ലേ? ആ പ്രശ്നം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടേ, ഞാൻ ശരിയാണ്, ഞാനത് ശരിയായിരുന്നു, അവരാണ് തെറ്റ് ചെയ്തത്, അപ്പൊ അവരാണ് എന്നോട് വന്ന മാപ്പ് പറയാനുള്ള അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ശരിയാവണോ അതോ സമാധാനം വേണോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആവണോ? നിങ്ങൾക്ക് സമാധാനം നേടണോ, അല്ലെങ്കിൽ ഞാൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാനാണോ വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സമാധാനമാണ് വേണ്ടത്? അടുത്ത പോയിന്റ് ആണ്, നമുക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവും അല്ലെ? പണിഷ്മെന്റ് മെന്റാലിറ്റി, നമുക്ക് ശിക്ഷിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അവർക്കൊരു പണി കൊടുക്കണം എന്നുള്ള ഒരു മനോഭാവമുള്ള ഒരാളുണ്ടാവും. ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാലേ അവർ രക്ഷപ്പെടും ഇല്ലേ? ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അപ്പൊ ക്ഷമിക്കാതിരിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റൊരാളെ ശിക്ഷിക്കുന്നതല്ല, അത് നമ്മുടെ മനസ്സിനെ തന്നെ തടവറയിലാക്കുന്നതാണ്. ഇപ്പോ ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ സമാധാനം തിരികെ വീണ്ടെടുക്കലാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുന്നത് നമ്മുടെ സമാധാനം തിരഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് പണിഷ്മെന്റോ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ കൊടുക്കുന്നു, നമ്മളായിട്ട് ഇറങ്ങി ശിക്ഷ കൊടുക്കാൻ പോകുന്നത് എല്ലാം ഇത്തരത്തിലുള്ള മനോഭാവം ഉണ്ടെങ്കിലും നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ കഴിയൂല. പിന്നെ നമുക്ക് ആഴത്തിലുള്ള മുറിവുകൾ ഡീപ്പ് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും മുറിവുകളും, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും, വിശ്വാസവഞ്ചന നേരിട്ടിട്ടുണ്ടെങ്കിലും, നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ഇത്തരം മുറിവുകള്, ഇത്തരം പ്രശ്നങ്ങളെ ഉണ്ടെങ്കിലും നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമയമെടുക്കും, നമുക്ക് മനസ്സിലാക്കി അത് ഹീൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് പിന്നീട് അത് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ ഹീലിംഗ് സെഷനിലൊക്കെ നോക്കിയാൽ മതി. ചൈൽഡ്ഹുഡിൽ ഒരു നേരിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ വളരെ കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. പിന്നെ നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മളോട് വിശ്വാസവഞ്ചന ചെയ്ത ആളുകളല്ലേ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളെ, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാള്, നമ്മളെ വർഷങ്ങളോളം അറിയുന്ന ഒരാളെ, നമുക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരാള് നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കുറിച്ച് എല്ലാം അറിയാം, നമ്മൾ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, അവര് നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചാല് അതും നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്താണ്?
ആ വേദന മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ആ ഒരു വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ആളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അത് ചിലപ്പം മറ്റുള്ളവരോടുമുള്ള വിശ്വാസം കൊണ്ട് ഒരു കൂടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു തോട്ട് കൂടി വരും, ആരും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ. അവിടെ ഒരു പുതിയൊരു ബിലീഫും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. എല്ലാവരും ഇങ്ങനെ ആയിരിക്കും. പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് അവിടെ ഡൗട്ട് ഉണ്ടാവും, ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. ഇവരെ കൂടെ കൂട്ടിയാൽ അവരും ഇതേപോലെ നമ്മളോട് ചെയ്യുമെന്നുള്ളൊരു ബിലീഫും കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരം വിശ്വാസം നഷ്ടപ്പെടും, നമ്മുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടും, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം നഷ്ടമാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്താണ്, നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്തത് ചതിക്കപ്പെട്ടാൽ, ചീറ്റിംഗ് ഇല്ലേ. നമുക്ക് നമ്മളെ സ്നേഹിച്ച ഒരാളെ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ടപ്പെട്ട ഒരാളെ നമ്മളെ ചതിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാവുക, ദേഷ്യം വരും അല്ലേ, നിരാശ വരും, സ്വയം കുറ്റപ്പെടുത്തും അല്ലേ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ചതിക്കപ്പെടൽ നേരിടുമ്പോഴും എന്താണ്, നമുക്ക് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത പോലെ റിജക്ഷൻ നേരിട്ടാലും അതെന്താണ്, സ്നേഹത്തിൽ നിന്ന്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇല്ലേ, ഒരുപാട് റിജക്ഷൻ നേരിടും. അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന്. അപ്പോ നമുക്ക് എന്താണ്, ഞാൻ പോരാ എന്നുള്ള ഒരു ഫീല് വരും. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും ഇല്ലേ. ഒരുപാട് റിജക്ഷൻ നേരിടും, പലയിടങ്ങളിൽ നിന്നും റിജക്ഷൻ നേരിടുമ്പോൾ ഞാൻ പോരാ എന്നുള്ള ഒരു ഫീലിംഗ് കൂടെ അവിടെ വരും. അപ്പോഴും നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്ത പോയിന്റാണ് ഫിയർ. പലർക്കും ഇല്ലേ, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും എന്നെ വേദനിക്കും, ആ ഒരു പേടിയുണ്ടാവും. ഞാന് വീണ്ടും അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവരെന്നോട് അങ്ങനെ ചെയ്യും, അല്ലെ മറ്റുള്ള ആളുകൾ നമ്മളോട് ഇങ്ങനെ വീണ്ടും ചെയ്യുമോ എന്നുള്ളൊരു പേടി നമുക്ക് വീണ്ടും ഉണ്ടാവും. അപ്പൊ നമ്മളെ ആളുകളെ കൂടെ കൂട്ടുന്നതും അല്ലെ, പുതിയ ആളുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരാള് നേരത്തെ പറഞ്ഞ പോലെ അവരെ പരിചയപ്പെടുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോഴും നമുക്ക് ഇവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത്, അപ്പൊ ഇതെങ്ങനെ ഹീൽ ചെയ്യാം ഇല്ലേ, നമുക്ക് എങ്ങനെ ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റെക്ക് ആകുന്നുണ്ട്, നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന് നമ്മൾ എങ്ങനെ ഹീൽ ചെയ്ത് ഒഴിവാക്കാം, നമുക്ക് ഹോപ്പനോപ്പന പ്രാക്ടീസ് ചെയ്യാം ഇല്ലേ. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന്റെ ആ ഒരു സംഭവങ്ങൾ ഒരുപാട് വർഷം മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണെങ്കിലും നമുക്ക് ആ ഒരു പെയിനാണ് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പൊ ഈ ഓപ്പനോപ്പന എന്ന് പറയുന്നത് ഒരു പുരാതനമായിട്ടുള്ള ഒരു ഹവായിയൻ ടെക്നിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ഇതിലെന്താണ് പറയുന്നത്, നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നത്തിൽ കൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ 100% നമ്മൾ ഏറ്റെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ 100% ഏറ്റെടുക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും 100% ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും 100% ഉത്തരവാദി ഞാനാണ്. ഇത് നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് പുറമേയുള്ളതല്ല സംഭവിക്കുന്നത്. അവിടെ അവന്താണ് നമ്മുടെ ഉള്ളിലുള്ള പഴയ ഓർമ്മകളും നമ്മുടെ വിശ്വാസങ്ങളും മുറിവുകളും നമുക്കതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഈ 100% ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളൊരാളെ ചതിച്ചു, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള പെയിന്, ആ സംഭവം അവിടെ ഉണ്ടായി, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ അതിനെ എടുത്തു, നിങ്ങളുടെ മൈൻഡിലേക്ക് അതെങ്ങനെ എടുത്തു. നിങ്ങൾക്ക് ചിലപ്പം സങ്കടം വന്നിരിക്കാം, ചിലപ്പം ദേഷ്യം വന്നിരിക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ആളോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളെ എങ്ങനെ അത് ബാധിച്ചു എന്നുള്ള അതിന്റെ 100% ഉത്തരവാദി നിങ്ങളാണ്. ക്ലിയർ ആണോ? ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓപ്പൺ പറയുന്ന സമയത്ത് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവാറ്. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ ലൈഫിൽ ഒരാളെ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു. അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൺട്രോളിലല്ല. അതിൽ നിന്നുണ്ടാവുന്ന പെയിനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലേ? ആ ഒരു പെയിന് നമ്മൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ്. അതിന്റെ 100% ഉത്തരവാദി നമ്മളാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യും. അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത്, എന്നിട്ട് അത് ഹീൽ ചെയ്യും. അതിൽ പറയുന്ന 4 വാക്കുകളാണ് ഇതിന്റെ ഹീൽ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ എം സോറി, അല്ലെ? നമ്മള് ഖേദം പ്രകടിപ്പിക്കാറുണ്ട്, അല്ലെ? നമ്മൾ ക്ഷമിക്കുന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അപ്പോ എന്റെ ബോധത്തിലോ, അല്ലാതെ നമ്മുടെ കോൺഷ്യസ് ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് അറിയാതെയോ നമ്മുടെ ആ ഒരു സംഭവത്തിനോട് അതിന് അറിയാതെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, അല്ലെ? ഞാൻ അന്ന് സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യം, മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, അതിനെ ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വേദന എന്നെ അറിഞ്ഞോ അറിയാതെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് തന്നെയാണ് ക്ഷമ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആ ഒരു പ്രശ്നം അന്ന് കഴിഞ്ഞതാണ്, മുൻപ് കഴിഞ്ഞതാണ്. അതിന്റെ പെയിനാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പെയിൻ ഉണ്ടാവാൻ കാരണം എന്താ? അത് നമ്മള് അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ടാണ്. ചിലപ്പോ ചില ആളുകൾ തമാശ പറയുന്നുണ്ടായിരിക്കാം, ഇല്ലേ? കളിയാക്കുന്നുണ്ടാവും, തമാശ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആൾക്കത് തമാശയായിട്ടായിരിക്കും ആള് പറയുന്നത്. അപ്പൊ അത് നമ്മളെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കത് സങ്കടമായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ 100% ഉത്തരവാദിത്തമാണ് നമ്മൾ എടുക്കുന്നത്. അതിനാണ് നമ്മളിവിടെ ഫീൽ ചെയ്യുന്നത്, ക്ഷമ ചോദിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ. അപ്പൊ എന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഒരു പഴയ വേദനയും, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ തെറ്റായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അതിനോട് ക്ഷമിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആ വ്യക്തിയോടും പറയാം, നിങ്ങൾക്ക് നിങ്ങളോടും പറയാം, അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടും പറയാം. അടുത്തത് താങ്ക് യു. കാരണം താങ്ക് യു പറയുന്നത് എന്തിനാ? അവിടെ എന്നെ മനസ്സിലാക്കി, ഇല്ലേ? എന്റെ തെറ്റാണെന്ന് മനസ്സിലാക്കി, 100% ഞാനാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മനസ്സിലാക്കി എന്നോട് ക്ഷമിച്ചതിന്, എനിക്ക് ഹീലിംഗ് നടക്കുന്നതിന് താങ്ക് യു. അതിന് നിങ്ങൾക്ക് താങ്ക് യു പറയാം.
നിങ്ങളോട് പറയാം, അതേപോലെ ആരാണോ ഓപ്പോസിറ്റ് ആളോടും പറയാം, അതേപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടും പറയാം. പിന്നെ അടുത്തതാണ് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്നെ മനസ്സിലാക്കി, എൻ്റെ ഒരു തെറ്റ് മനസ്സിലാക്കി അല്ലെ, എന്നോട് ക്ഷമിച്ചതിന് താങ്ക് യു പറഞ്ഞു. അതേപോലെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ, അത് ഹീൽ ചെയ്ത് കഴിഞ്ഞു, അവിടെ ഹീലിംഗ് നടന്നു കഴിഞ്ഞു. ഈ ഒരു ഓപ്പനെ നിങ്ങൾക്ക് ഫൊർഗീവ്നെസ്സിനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഒരാളോട് ദേഷ്യം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ കുറ്റപ്പെടുത്തും, പരാതി പറയും ഇല്ലേ, പ്രതികരിക്കും. അപ്പോ ഒപ്പനൊപ്പന പറയുന്നത് എന്താ, ഈ വേദന എന്നിൽ എന്താണോ സംഭവിച്ചത് അത് ഞാൻ ഇല്ലേ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത്, ആ വേദനയാണോ എങ്ങനെയാണോ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്, അത് ഞാൻ ഫീൽ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഈ 4 കാര്യങ്ങൾ, ഒരാളോട് ദേഷ്യമോ വെറുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എല്ലാത്തിനും ഉപയോഗിക്കാം. നിങ്ങളുടെ മണി ബ്ലോക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ഈ ഒരു ഓപ്പൺ പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൊർഗീവ് ചെയ്ത് ഒരാൾക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുത്താൽ മറ്റുള്ളവരിലും മാറ്റം വരുന്നത് കേട്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ മാറ്റം വരുന്നത്? ലാസ്റ്റ് പോയിന്റ് ആണ്. നമ്മൾ ശുദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് ദേഷ്യമില്ലാതെ ആവുകയല്ലേ. അപ്പൊ അവരുടെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശുദ്ധീകരിച്ചല്ലോ, അപ്പൊ നമുക്ക് അവരോട് ദേഷ്യമില്ലാതെ ആവുകയാണ്. അപ്പൊ പിന്നെ അവരവിടെ ഹീലാവുകയാണ്. കാരണം എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ സാറെ കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ബ്ലഡാണ് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഹീലാവുന്നതോട് കൂടി നമ്മൾക്ക് മറ്റുള്ളവരോട് ഒന്നും തോന്നുന്നില്ല. ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു വാക്കിലത്. തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഫോർഗീവ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം പ്രാക്ടീസ് ഒക്കെ ചെയ്ത സമയത്ത് പറയാറുണ്ട്, അവര് മാറി എന്ന് പറയാറുണ്ട്. ചെയ്തത് ആരാണ്? നമ്മളാണ്. പക്ഷെ നമ്മളോട് പറയും അവർക്ക് നല്ല മാറ്റം വന്നിട്ട്, ഞാൻ ഇത്തരം പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോ അവരിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടോ എന്ന് പറയാറുണ്ട്. അപ്പൊ അവരിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെ, നമ്മളാണ് ഇവിടെ ചെയ്തത്. അപ്പൊ നമ്മൾ ക്ഷമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ മാറ്റം സംഭവിക്കുന്നത്? ഇപ്പോ ഈ ഒരു ഫോർഗീവ്നെസ്സിന്റെ ഒരു പ്രധാന ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ ചേഞ്ച് ആക്കുക എന്നുള്ളതല്ല, നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മാറുമ്പോൾ നമ്മുടെ എനർജി മാറും അല്ലേ, അവരോടുള്ള നമ്മുടെ പെരുമാറ്റം മാറും, നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറും. അപ്പൊ അതിലൂടെ അല്ലെ, നമ്മളെങ്ങനെയാണോ ഒരാളോട് പ്രതികരിക്കുന്നത്, നമ്മളെങ്ങനെയാണോ ഒരാളോട് സംസാരിക്കുന്നത്, നമ്മളെങ്ങനെയാണോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർ നമ്മളോട് ഇങ്ങോട്ടും പെരുമാറുന്നതും സ്നേഹിക്കുന്നതും ഇല്ലേ. അപ്പൊ ഇത്തരം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി കുറയാൻ തുടങ്ങും. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരിൽ മാറ്റം വരും. പല ആളുകളും പലപ്പോഴും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ പറയും നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് അത് ഫീൽ ചെയ്യും, അവരും ചേഞ്ച് ആവുന്ന പറയുമ്പോൾ പല ആളുകൾക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, ഇത് നമ്മളല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും, ഞാൻ ഇത് ചെയ്തപ്പോൾ ആള് മാറി എന്ന് പറയും. അപ്പോ ഒന്നാമത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി കുറഞ്ഞു വരുന്നതാണ്. അതായത് നമുക്ക് ആളോട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത്രയും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ ഹോപ്പനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെഗറ്റീവ് എനർജി കുറയുന്ന സമയത്ത് നമുക്ക് കോപം അല്ലെ, ദേഷ്യം കുറയും, വെറുപ്പില്ലാതാവും, പരാതികൾ പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പാർട്ണറെ കുറിച്ച് പരാതിയായിരിക്കില്ലേ, നിങ്ങൾ അത് ചെയ്തെന്നില്ല, ഇത് ചെയ്തെന്നില്ല, നിങ്ങളുടെ സ്വഭാവം എങ്ങനെ, ഇത്തരത്തിലുള്ള പരാതികൾ പറയുന്ന അതിൽ ജീവിക്കുന്നില്ലേ. അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് ദേഷ്യം വെറുപ്പൊക്കെ നമ്മുടെ ഫേസിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുമ്പോൾ പരാതികൾ പറഞ്ഞ് ജീവിക്കുന്നവര്
നമ്മുടെ വാക്കിലും നമ്മുടെ ഫേസിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ അത് കാണാൻ തുടങ്ങും. അപ്പൊ ക്ഷമിച്ചതിന് ശേഷം എന്താ സംഭവിക്കാം? നമുക്ക് ഫോർഗീവ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി കുറയാം. കൂടുതൽ നമ്മൾ ശാന്തമായിട്ട് മാറും, അല്ലെ, കാമായിട്ട് മാറും. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നും, വെറുപ്പ് കുറയാൻ തുടങ്ങും, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തുടങ്ങും. മറ്റുള്ളവരോട് സ്നേഹം, സൗമ്യത, സഹിഷ്ണുത, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും, അല്ലെ? നമ്മളൊരാളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നല്ല ചിരിച്ച് എപ്പോഴും മുഖം കറുപ്പിച്ച് നിൽക്കുന്ന ഒരാളെ ഇത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ചിരി വരാൻ തുടങ്ങും, വെറുപ്പ് കുറയാൻ തുടങ്ങും, നമ്മുടെ എനർജി അവിടെ മാറ്റം വരും. അപ്പൊ അത് മറ്റുള്ള ഒരാളിൽ, നമ്മുടെ പാർട്ട്ണറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അടുത്തത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ബെറ്റർ ആവാൻ തുടങ്ങും. ഫോർഗീവ്നെസ് സംഭവിക്കുന്ന സമയത്ത് നിങ്ങളെ പാർട്ണറോടുള്ള വഴക്ക്, നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വഴക്ക് കുറയും, നിങ്ങൾ ദേഷ്യപ്പെടുന്ന കുറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറയും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളാണ് ഇതിന്റെ എല്ലാം പ്രശ്നത്തിന്റെ കാരണം, ആളായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളിത് ഹീൽ ചെയ്ത് ഇത് മാറുന്ന സമയത്ത് ഇവർ പറയും ഞാനായിരുന്നു എല്ലാത്തിനും കാരണം. നമ്മൾ മുഴുവനായിട്ടും നമ്മളല്ല, പക്ഷെ നമ്മുടെ ഒരു എനർജി, നമ്മുടെ ഒരു നോട്ടം, നമ്മുടെ ഒരു വാക്ക് പോലും അത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളാകാറുണ്ട്. അപ്പൊ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വഴക്കുകൾ കുറയും, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറയും, നിങ്ങളായിട്ടുള്ള നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആശയവിനിമയം മെച്ചപ്പെടാൻ തുടങ്ങും. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങും, ഇല്ലേ? നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിലയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വായി തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്ന ആളുകളുണ്ടാവും, ഇല്ലേ? അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ തുടങ്ങും. ഇത്തരം കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ തുടങ്ങും. പിന്നീട് സംഭവിക്കുന്നത് എന്താ? ഒന്നും കൂടെ നമ്മള് സേഫ് ആണെന്നുള്ളത്, നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ നമുക്ക് കൂടുതലായി ഒരാളോട് കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ പരാതി പറയും അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ എന്താണ്, മറ്റാളുകൾ അവരുടെ കാര്യങ്ങൾ നമ്മളോട് തുറന്ന് പറയില്ല, ഇല്ലേ? നമ്മളോട് നിന്ന് ഒരു അകലം പാലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും പരാതി പറയുന്നതാണ്, നിങ്ങളുടെ പാർട്ണറോട് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളെന്താ നല്ല കാര്യങ്ങൾ ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പൊ പ്രശ്നങ്ങളാണ് കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ അടുക്കാൻ തുടങ്ങും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയാൻ തുടങ്ങും. അവിടെ നമുക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ മാറ്റാണ്. നിങ്ങളൊരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എങ്ങനെയാണോ അതായിരിക്കും ഓപ്പോസിറ്റുള്ള ആളുകൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്ന വാക്കുകൾ അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. വാക്കുകള് നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവും, നിങ്ങൾ ശരിയില്ല, നിങ്ങൾ ഇങ്ങനെ പറയണം, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവും. പക്ഷെ വാക്കുകൾ ചിലപ്പോൾ മാറ്റം സൃഷ്ടിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മാറ്റം, നിങ്ങളിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അത് അവരിലും ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവരിലും മാറ്റം വരും, ഇല്ലേ? സംഘർഷം കുറയും, ഇല്ലേ? ഇത്തരം ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ് കുറയാൻ തുടങ്ങും. ഒരു തർക്കം ഉണ്ടാവണമെങ്കിൽ എന്താണ്? രണ്ടാള് വേണം, അല്ലെ? ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? തർക്കം പറ്റുമോ? രണ്ടാളവിടെ വേണം. അപ്പോൾ ഒരാളവിടെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഫോർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് ഹീലായി മാറുമ്പോൾ നിങ്ങളവിടെ പ്രതികരിക്കുന്നത് നിർത്തും.
നിങ്ങൾ അവരോട് പ്രതികരിക്കുന്നത്, നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നിർത്തുമ്പോൾ ആ തർക്കം അവിടെ കുറയും, കോൺഫ്ലിക്റ്റ് അവിടെ കുറയും. അപ്പൊ അവിടെ പ്രതികരണങ്ങൾ കുറയും, പ്രതിരോധം കുറയും, പ്രശ്നങ്ങൾ ഇല്ലാതായി മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, ഇത്തരം പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള ആളുകളും ചേഞ്ച് ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമുണ്ട്, എങ്ങനെ ഇവര് ചേഞ്ച് ആയി. ഞാൻ ചില ആളുകൾ നമ്മൾ പറയുന്ന സമയത്ത് ഇവരുടെ ലൈഫിൽ മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത്. ഇതാണ് കാരണം. ഇതാണ് ഇന്നത്തെ സെഷൻ കേട്ടോ. താങ്ക് യു സർ. Thank you. നല്ല അവയർനെസ് കിട്ടി. കാരണം നമ്മൾ തന്നെ മാറ്റം വരുത്തിയാൽ നമ്മുടെ ജീവിതവും മാറും. നല്ലൊരു അവയർനെസ് തന്നെയാണ്. നമ്മുടെ ജീവിതം മാറ്റം നമ്മൾ തന്നെയാണ് വരുത്തേണ്ടത്, മറ്റുള്ളവരിലല്ല. കാരണം നമ്മൾ സെൽഫ് ലവും അഫർമേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് മാറ്റം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെ ഒന്നൊരവസ്ഥയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പറഞ്ഞോളൂ. അപ്പൊ പരാതിയും പരിഭവം ഒന്നും ഇല്ലാത്തൊരവസ്ഥ. പിന്നെ നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് തന്നെ എത്തപ്പെടുന്നുണ്ട്. തീർച്ചയായും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ സെഷനിലൂടെ EFT നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം. അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ അനുഭവിച്ചുകൊണ്ട് അത് അങ്ങനെ ആയിത്തീരുകയാണ്. അപ്പൊ അത് മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണെന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ അത് എങ്ങനെയാണ് ഇത്ര മാറ്റങ്ങൾ വന്നവർ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ബ്ലഡിന്റെ സർക്കുലേഷൻ കാര്യങ്ങളും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ചിന്തകളിലെ നെഗറ്റീവ് ഹോർമോൺ കമ്മിയാവും. അപ്പൊ നമുക്ക് അവയർനെസ് കൂടുതൽ കിട്ടും. അപ്പൊ നമുക്ക് മറ്റൊരാളിനോട് പരാതി ഇല്ലാതെയാവും. അത്ര തന്നെ. അപ്പൊ സെൽഫായി ഫോർഗിവ്നെസ് ചെയ്യുക, സെൽഫായിട്ട് എക്സ്പെക്ടൻസ് ചെയ്യുക, ജീവിതം ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സാർ. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത്രയും അതായത് നല്ല ശൈലിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു പറയുന്നു. Thank you, Ambli ma'am. Very useful session. Thank you so much. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ, നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. ലോകത്തെ നന്നാക്കാൻ നടക്കും. മറ്റുള്ളവരെ കുറെ ഉപദേശിക്കാൻ നടക്കും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ജീവിക്കണം. നമ്മൾ തുടക്കം മാറ്റം നമ്മൾ ആദ്യം നമ്മളിൽ സൃഷ്ടിക്കണം. അപ്പൊ നമ്മളെ കൂടെയുള്ളവരും പോലെ നമ്മൾ ആദ്യം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ വീട്ടുകാർ മാറുമ്പോൾ നമ്മുടെ അടുത്തുള്ള അയൽവക്കത്തുള്ള ആളുകൾ മാറും. അങ്ങനെ അവര് മാറുമ്പോൾ, അവരിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ മാറും. പഞ്ചായത്തും വില്ലേജും നമ്മുടെ ജില്ലയെല്ലാം മാറും, ലോകം മൊത്തം മാറാൻ തുടങ്ങും. ആദ്യം അത് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളിലേക്ക് നോക്കി നമ്മളിൽ മാറ്റം വരുത്തും. ഓക്കെ, താങ്ക് യു. വിലപ്പെട്ട അറിവുകൾ തന്നതിന് നന്ദി. അൽഹംദുലില്ലാഹ്. താങ്ക് യു ജമീല മാം. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിനത്ത് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കുറെ ആയല്ലോ കണ്ടിട്ട്. നമ്മൾ ഫൊർഗീവ് ചെയ്യും, പിന്നെ ഒരു പ്രശ്നം വരുമ്പോ അത് മറന്നുകാണ് പിന്നെ അവരോട് ദേഷ്യായി വരുന്നുണ്ട്. എന്തുകൊണ്ടറിയാം? പിന്നെയും നമ്മൾ ഫൊർഗീവ് ചെയ്ത് അത് മാറുന്നറിയാം. പിന്നെ നമ്മള് ആ പാറ്റേൺ രൂപപ്പെട്ടിട്ട് എന്താന്നറിയില്ല, പിന്നെ ആ ഒരു ദേഷ്യം, ആ ഒരു വേദന. എന്തുകൊണ്ടറിയോ? നമുക്കത് ഹീലാവാത്തത് കൊണ്ടാണ്. നമുക്കത് പൂർണ്ണമായിട്ട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്നതാണ്. ആ ആളെ കാണുമ്പോ പിന്നെ ഒരു വേദന വരാൻ കാരണം ആളൊന്നും ഒഴിഞ്ഞെന്ന വേദന ഇല്ല, ആളെ കാണുമ്പോ പിന്നെ ഒരു വേദന പഴയത് ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോ നമുക്കറിയാം ഫൊർഗീവ് ചെയ്താൽ മാറും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കുറെ പോയിന്റുകൾ ഞാൻ പറഞ്ഞു, അതിലുള്ള ഏതെങ്കിലും ആ കാരണമായിരിക്കാം. നമുക്കത് ഹീലാവാത്തത് കൊണ്ടാണത് നമുക്ക് വീണ്ടും ആ ആളെ കാണുമ്പോഴുള്ള പ്രശ്നം വരുന്നത്, നമ്മളെ ട്രിഗർ ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളെ പണ്ട് 10-35 വർഷം മുന്നേ പറഞ്ഞ ഓരോ കാര്യങ്ങള് ഇപ്പൊ വരികയാണ്. അപ്പൊ അതിന്റെ ഉള്ളില് അത് ഒരു നെഞ്ഞിന്റെ ഉള്ളിലൊരു വേദനയാക്കി വരിക. എന്റെ വീട്ടിലേക്ക് വരുമ്പോഴേ ഉള്ളൂ ആ വേദന. അല്ല, അവരെ വീട്ടിൽ അവിടെ നിന്ന് വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സാറിന്റെ അടുത്തേക്ക്, ഷാഫി സാറിന്റെ അടുത്തേക്ക് ഞാൻ അന്ന് വന്നതും ഒരു ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നതൊക്കെ അതായിരുന്നു. പക്ഷെ പിന്നെയും പിന്നെയും വേറെ വേറെ കാര്യങ്ങൾ ഓർമ്മയ്ക്ക് കൊണ്ടുവരികയാണ്. അന്ന് ആ ഒരു സെഷൻ കൊണ്ട് തന്നെ എനിക്കത് മാറിയിരുന്നു. ഭയങ്കര ഹീലായി. അത്രയും സമാധാനായിരുന്നു. ഇപ്പൊ അടുത്തൊരു ദിവസം 2 ദിവസം വന്ന് നിന്നപ്പത്തിന് ഞാൻ അന്നത്തെ കാര്യം എടുത്തു പറഞ്ഞു. വേദനായി, ഉള്ളിൻ്റെ ഉള്ളിന്ന് വേദന വന്ന്. ഈ ഫോർക്കി എത്രത്തോളാണെന്ന് എനിക്ക് അറിയണില്ല. ഞാൻ അത്രത്തോളം എഴുതുന്നുണ്ട്, ഫോർക്കി ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് പോകണില്ല. ടാപ്പിങ് ശരിയാവായിട്ടാണോ? മാം അല്ല, മാമിന്റെ ഈ ചിന്ത തന്നെയാണ് ടാപ്പിംഗ് ശരിയാവാഞ്ഞിട്ടാണോ എന്നുള്ളൊരു തോന്നല്. അത് തന്നെയാണ് കുഴപ്പം. മാമിന്റെ ഉള്ളിൽ ഇനി കുറച്ചും കൂടി ഹീലാവാനുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആ ആള് എന്നെ ഇവിടെ വന്ന് വേദനിപ്പിക്കുമോ എന്നുള്ളത് എനിക്ക് കൂടുതൽ അതന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല കൂടുതൽ. അതായത് 100% നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്ന് മനസ്സിലാക്കുന്നത്. അല്ലേ സാറേ? അതെ, നമുക്കതിന്ന് പൂർണ്ണമായിട്ടും നമ്മളത് ഹീലാവാത്തത് കൊണ്ടാണ്. നമുക്കിത് ഹീലായി ഇതായിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് എനിക്കും അങ്ങനെ പുറത്തേക്ക് തന്നെ കൊടുക്കാൻ. ആയിരുന്നു കേട്ടോ. ആദ്യ അതെ, കാലഘട്ടത്തിലൊക്കെ എനിക്കും പല സംഭവങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇനി അത് പിന്നെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവര് എന്റെ മുന്നിൽ വന്ന് വരൂ, ഇരിക്കൂ, ചായ കുടിക്കൂ എന്ന് പറയാനുള്ള മൈൻഡ് സെറ്റ് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് ആരെ കണ്ടാലും ഇപ്പൊ അത് ദേഷ്യം തോന്നാറില്ല. നമ്മുടെ സാഹചര്യത്തിൽ പലതും വരും. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഹീൽ ചെയ്ത് കളയുമ്പോ നമ്മുടെ മൈൻഡ് ശുദ്ധமான സമയത്ത് നമ്മൾക്കത് നല്ലത് നമുക്ക് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അന്ന് ഞാൻ സർഫി സാറെ ക്ലാസ്സിൽ വന്നത് അന്ന് ആ ഒരു ദിവസം നടന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പോ കുറെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഓരോരോ സംസാരങ്ങളൊക്കെ ഞാൻ എടുത്ത്, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ. അത് പിന്നെ അന്ന് വേദനിപ്പിച്ചാന്നറിയില്ല എനിക്ക്. ഞാൻ അന്ന് അത് പറഞ്ഞിട്ട് കരയണുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്കത് ഹീലാവാതെ പൂർണ്ണമായിട്ടും ആ ഒരു പെയിനിൽ നിന്ന് നമ്മളത് പോന്നിട്ടില്ല. അതുകൊണ്ടാണത്. സഫർ ചെയ്യുന്നുണ്ട് അത് അതെ, ഉള്ളിൽ അത് കിടന്നൊക്കെ. സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹീലാവാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ട്രിഗർ ചെയ്യുന്നത്. ആളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആളോട് സംസാരിക്കുമ്പോൾ ആ പഴയ പ്രശ്നം വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഹീൽഡ് അല്ല, ഞാൻ ഹീലായിട്ടില്ല. നമ്മൾ പുറമെ, കാരണം 10-35 വർഷമായില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ 35 വർഷത്തോളം മുൻപുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു ടാപ്പിങ്ങോ ചിലപ്പോൾ ഒരു ഒറ്റ ഹീലിംഗ് കൊണ്ടോ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഓപ്പൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അത് മാറണം എന്നില്ല. കാരണം ഇത്ര വർഷത്തോളം നമ്മളത് ആളോട് ചിന്തിച്ച് ആളോട് ദേഷ്യം വന്ന് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അത് വലുതാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്ര വർഷം അത് നിങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു അത് പെയിൻ ഇത്രയും വർഷത്തോളം നിങ്ങൾ അതിനെ വളർത്തി നിങ്ങളുടെ പ്രായം കൂടുന്തോറും ഈ വർഷം കൂടുന്തോറും നിങ്ങൾ അതേ പ്രായം അതിന് വരുന്നുണ്ട് അല്ലേ. 35 വർഷം ആ ഒരു പ്രശ്നം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു സ്ത്രീധന പ്രശ്നമാണ്. ഗോൾഡ് കുറഞ്ഞു എന്നൊക്കെ. അത് എന്നെ വേദനിപ്പിച്ചുകൊള്ളു. കാരണം വീട്ടിൽ ചെന്നിക്കാണ്ട് ഗോൾഡ് കുറഞ്ഞു എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അന്നത്തെ കാലത്ത്. അവിടെ കൂടെ ജീവിക്കും വേണമല്ലോ അല്ലേ. ആ അപ്പൊ നമ്മുടെ കൂടെയുള്ള ആളുകളാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചെയ്യും. ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വരലുള്ളൂ. അപ്പൊ വരുമ്പോഴും ഇത് എടുത്ത് ഈ സംഭവം ഇങ്ങോട്ട് ട്രോമായിട്ട് മേലേക്ക് വരികയാണ്. ചങ്കൊക്കെയാണ് വന്നിട്ട് ചങ്ക് നെഞ്ഞ് ഇതിന്റെ ഉള്ളിലൊക്കെ വേദന ഒക്കെ. ഒരു കാര്യം ചെയ്യേണ്ട ഇതിൽ സൈക്കോളജി നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സെഷൻ ചെയ്യുന്നത് ചെയർ ടെക്നിക്ക് എന്ന് പറയും. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഒന്നല്ല, അത് നിങ്ങൾക്ക് എത്രത്തോളം പെയിന് പിന്നെ കുറയുന്നുണ്ടോ ആ ഒരു ഇമോഷൻ കട്ടാകുന്നവരെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഒരു 2 ചെയർ എടുക്കാം. അതായത് ഒരു ചെയറിൽ നിങ്ങൾ ഇരിക്കാം, ഫ്രണ്ടിൽ ആ ഒരു ചെയർ ഇടുക, നിങ്ങളുടെ ഓപ്പോസിറ്റ് ആ ഒരു ചെയറിന് പറ്റിയിട്ട് അതില് അയാൾ വന്നിരിക്കും. ആരോടാണോ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുള്ളത് ആള് വന്നിരിക്കുന്നതായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കണ്ണടച്ചിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ച് നന്നായിട്ട് ബ്രീത്ത് എടുത്ത് നിങ്ങളെ കാമാക്കിയിട്ട് ആളോട് പറയാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് പറയാനുള്ളത് അതെല്ലാം ആളോട്, ആളവിടെ മുന്നിലിരിക്കുന്നുണ്ട്.
ആളോട് തുറന്നിട്ട് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരാം, ദേഷ്യം വരാം. നിങ്ങളൊരു റൂം അടച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ വരാം. അപ്പോ ആളോട് നിങ്ങൾ തുറന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് അപ്പോൾ വരുന്നത്. ദേഷ്യം വരുന്നുണ്ടാവും, സങ്കടം വരുന്നുണ്ടാവും, വെറുപ്പ് വരുന്നുണ്ടാവും. അത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് ആളോട് പറയാം. ഉം. എന്നിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്കും പറയാനൊരു കാരണം ഉണ്ടാവും അല്ലെ. അവർക്ക് എന്തുകൊണ്ട് അത് അവർ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ ചെയ്തു അത് കേൾക്കാം. അത് കേൾക്കാനും നിങ്ങൾക്ക് വരും. ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് തോന്നും. ആ ആളായിട്ട് നിങ്ങളുടെ മുന്നിൽ അവർ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കാം. ആ ആളെ പറയാൻ ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത്ര പറയണുള്ളൂ. പിന്നെ അത് കാരണം എന്റെ ഹസ്ബൻഡ് വരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. ഹസ്ബൻഡിന്റെ ഉമ്മാനെ നോക്കാൻ പറ്റണില്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കാണെന്ന് വരെ പറയാണ്. അപ്പൊ അതൊക്കെ ഇത് രണ്ടിന്റെ ഇടയിൽ കടന്ന് പ്രശ്നങ്ങളാവുന്ന ഇവരാണ്, ഹസ്ബൻഡാണ്. നിങ്ങൾക്കും അല്ലെങ്കിൽ ഉമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഉപ്പ ആയിരിക്കാം. ഇവരുടെ ഇടയിൽ കടന്ന് ഇടങ്ങേറാവുന്നത് ഇയാളാണ്. ഹസ്ബൻഡാണ്. നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല, ഉമ്മയോ ഫാമിലിനെ ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടിന്റെ ഇടയിൽ കുടുങ്ങിയില്ലേ. ഉം. അതാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഫീല് വരും. അപ്പൊ അവര് ചിലപ്പോ അതൊക്കെ തമാശക്കൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അവര് പറയുന്ന തമാശക്കല്ല, അത് എന്റെ ഉമ്മാനോട് വിളിച്ചു പറയാം. തമാശന്നൊക്കെ വിട്ടു. അത് ആളുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ, അതായിരിക്കും അല്ലെ. അതായിരിക്കാം. കാരണം നിങ്ങളുടെ ഉമ്മാനോട് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ആൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഇല്ലേ. വെറുതെ ആൾക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആളത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഇല്ലേ. അത് അത്രത്തോളം ആൾക്ക് ഫീൽ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ആളുടെയും കൂടെ പറയുന്നത് കേൾക്കുക. എന്നിട്ട് പറയാം, ഞാൻ ഈ പെയിന് ഇല്ലേ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് പറയാം, ഇത് ഞാനിവിടെ മറന്ന് കളയാണ്, വിട്ട് കളയാണ്. അതായത് എന്റെ സമാധാനത്തിന് വേണ്ടി ആ ഒരു പ്രശ്നം ഞാൻ മറക്കല്ല. അതായത് നിങ്ങൾക്ക് ഞാൻ ഫോർഗീവ് ചെയ്ത് തരികയാണ്. കാരണം മുന്നോട്ടുള്ള എന്റെ ലൈഫ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം എന്റെ കൂടെ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്ത് തരികയാണ്. എനിക്ക് ഇതിൽ നിന്ന് മോചിതയാവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ പറഞ്ഞത് ക്ലിയർ ചെയ്ത് പോകാം. അത് ഒറ്റ ദിവസം ചെയ്തത് കൊണ്ടോ ഷെയർ ടെക്നിക്ക് കണ്ണടച്ചാണ് സാർ ചെയ്യുന്നത്. അതേ നമ്മൾ കണ്ണടച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാരണം മുന്നിലുള്ള ആളെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ആളവിടെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം. ചില കാര്യങ്ങൾ ഇവർക്ക് ഇപ്പൊ നമുക്ക് നേരിട്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളായിരിക്കാം, ഇല്ല അവർക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വർഷം 35 വർഷമായിട്ടും ഈ പ്രശ്നം തുടർന്ന് പോകുന്നത്. എന്താ വെച്ചാല് ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ ചേഞ്ച് വരുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിവിടെ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഇമോഷൻ കട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ആ വീട്ടിക്ക് പോവലൊന്നുമില്ല. ഇമോഷൻ അവിടെ ചെന്നാല് പിന്നെയും ഒരു ദേഷ്യം വേറെ വരുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് തന്നെ പോവലില്ല. പിന്നെ ഇപ്പൊ ഇവിടെ വരുന്നത് കുറെ ദിവസങ്ങൾക്ക് ശേഷം, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോഴും നിങ്ങൾ ഇന്നെ അങ്ങനെ അന്ന് ചെയ്തില്ലേ, 15-16 വയസ്സിൽ നിങ്ങൾ അങ്ങനെ കാട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതല്ലേ എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ അറിയാം. ഇതിന് ഫോർഗീവ് ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ അത് ഓട്ടോമാറ്റിക് ആണ് പോവാണ്. ഇങ്ങനെ ചിന്തിക്കാം. അവർക്കും അത് അറിയാൻ പാടില്ലാത്ത സമയത്ത് ചെയ്തതാണ്. അവരങ്ങനെയാണ്. ഇതൊക്കെ എന്തിനാണ് അവര് ശരിയാണെന്ന് നമ്മൾ അവർക്ക് സമ്മതിച്ചു കൊടുക്കല്ല. ഈ പെയിനിൽ നിന്ന് നമുക്ക് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ്. അവര് ശരിയാണെന്നുള്ളതല്ല ഇതിന്. നിങ്ങൾക്ക് ഇതിന് ഫ്രീഡം വേണം അല്ലെ. നമ്മളിപ്പോ 35 വർഷമായിട്ട് ഇതിൽ സ്റ്റക്ക് ആയിരിക്കാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇനിയുള്ള ജീവിതം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അവരോട് പറയണം. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അറിയാതെ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ എന്നോട് പറഞ്ഞതായിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് നമ്മളത് ഹീലാക്കി പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞ പോലെ ഇതേപോലെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മക്കള് കേട്ട് കഴിഞ്ഞാൽ, എന്നും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിനെ അത് ബാധിക്കും. കാരണം അവരിത് കണ്ട് വളർന്നു പോവാണ്.
അപ്പൊ അവിടെ നന്നായിട്ട് ഹീൽ ചെയ്യും. മൈൻഡ് ക്ലൈൻസിങ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ? നമുക്ക് മൈൻഡിലുള്ള സംഭവം കറക്റ്റ് എഴുതിയിട്ട് അത് 2-3 ദിവസം ആവർത്തിച്ച് എഴുതി കത്തിച്ച് കളയുമ്പോൾ നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോകുമല്ലോ. അതെ അതെ. അത് അതായത് മാം പ്രാക്ടീസ് ചെയ്താൽ കുറെ മെച്ചം ഉണ്ടാവും മാമിന്. അതെ, അനിത മാം പറഞ്ഞ എന്താ വെച്ചാല് നമുക്ക് അവരോടുള്ള ഇമോഷൻ ഉണ്ടാവും. ചിലപ്പോൾ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ സങ്കടം വരുന്ന അവരെന്നോട് അങ്ങനെ ചെയ്തു പറഞ്ഞു. അത് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ എഴുതുക ഒരു പേപ്പറിൽ. എങ്ങനെയാണോ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് അതുപോലെ എഴുതുക. പറയണ്ടല്ലോ, കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവുന്നത് പറയില്ലേ, അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ എഴുതുക. ഇതേപോലെ എഴുതിയിട്ട് മാം പറഞ്ഞ പോലെ അതവിടെ കത്തിച്ച് കളയാം. അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ചീന്തി അല്ലെങ്കിൽ കത്രിക കൊണ്ട് വെട്ടി കളഞ്ഞിട്ട് അത് കത്തിച്ച് കളയാം. അപ്പോഴും നമുക്ക് ആ പെയിന് കുറെ കുറയും. 2-3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് വ്യത്യാസം വരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്പനോ പ്രാക്ടീസ് ചെയ്യുന്നതും അതേപോലെ ഈ ചെയർ ടെക്നിക്കും. അപ്പൊ അത് താങ്ക് യു സർ, താങ്ക് യു തുടർച്ചയായിട്ട് താങ്ക് യു നിങ്ങൾ ആ പെയിന് കട്ടാവുന്നത് താങ്ക് യു. വരെ, നിങ്ങൾക്ക് അത് ഹീലാവുന്നത് വരെ. സാറിന്റെ ഈ ക്ലാസ് കേട്ടില്ല ഭയങ്കരമായിട്ട് മാം. ഇതായിട്ടോ കേട്ടോ. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു തന്നെ ചെയ്തു ആ ഫോർഗീവ്നെസ് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ സാറിന്റെ ക്ലാസ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ തന്നെ ഇതങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ഹീലിംഗ് ആണ് എനിക്ക് സംഭവിച്ചത് ഈ ഫോർഗീവ്നെസിന്റെ ക്ലാസ് കേട്ടിട്ട് തന്നെ. താങ്ക് യു പക്ഷെ താങ്ക് യു മാം. ഇനി അത് ഉണ്ടാവോ എന്നുള്ള പേടിക്കാണ്. ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ തൽക്കാലത്തെ നേരത്തേക്ക് എനിക്ക് നല്ല ഹീൽ ആയിക്കണം. ആ പേടി വേണ്ടന്നെ. അതെ, നമ്മളങ്ങനെ ചിന്തിക്കണ്ട. നമ്മളെന്താ വെച്ചാൽ നമ്മളത് വീണ്ടും വീണ്ടും ചിന്തിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമുക്ക് എന്താ ആ ഒരു പെയിന് നമുക്ക് ഇനിയത് ഉണ്ടാവോ. അപ്പോ വീണ്ടും ആളെ കാണുന്ന സമയത്ത് അത് വീണ്ടും വരും. നിങ്ങൾ ആളെ ട്രസ്റ്റ് ചെയ്യാം. കാണുമ്പോഴാണുള്ളത്. ആളെ അതെ, കാണുമ്പോഴേ ഇവിടെ ആളെ വരുമ്പോഴേ കാണുമ്പോഴും ആളെ ഓർക്കുമ്പോഴൊക്കെ ആ ഒരു പ്രശ്നം വരും. ഉം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്ന് ഫ്രീ ആവും. അത് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല. അത് ഹീലാവാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് സമയം എടുത്ത് 1-2 ദിവസം എല്ലാം പറഞ്ഞ പോലെ 35 വർഷത്തെ ഒരു പെയിനാണ്. അത് ചിലപ്പോൾ ഒറ്റൊരു സിറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റൊരു പ്രാക്ടീസ് കൊണ്ടോ അത് ഹീലാവണമെന്നില്ല. കാരണം ഇത്രത്തോളം വർഷം നിങ്ങളുടെ കൂടെ നിങ്ങൾ വളർത്തി സ്നേഹിച്ച് വളർത്തി വലുതാക്കി അതിനെ താലോലിച്ച് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോ ദേഷ്യാണ് സാർ താലോലിച്ച് വളർത്തിയത്. അതായത് നിങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ അതന്നെ ചിന്തിച്ച് പിടിച്ചൊക്കെ അതിനെ സ്നേഹിച്ചില്ലേ. പറഞ്ഞില്ല ആ ഒരു പെയിന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കതിങ്ങനെ ഓർക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാവും. അവര് ചെയ്ത ഓരോ പ്രവൃത്തിയും താലോലിച്ച് വളർത്തിക്കാണ്. ഓരോ ദേഷ്യങ്ങളും ഉം. എന്താ പേടി മാതിരി വളർത്തിക്കാണ്. ഞാൻ ഇങ്ങനെ വിട്ടു നിർത്തിക്കാണ്ട്. ഉം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന് പറഞ്ഞല്ലേ, ചിലപ്പോ നമുക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അതിങ്ങനെ പറയുമ്പോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറയുമ്പോഴല്ലോ അത് ദേഷ്യം ഇങ്ങനെ കാണിക്കുന്നു, നമുക്കൊരു സമാധാനം ഉണ്ടാവും അല്ലേ. അത് സമാധാനമല്ല, നമ്മളെ നശിപ്പിക്കുന്നതാണ്, നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു പെയിനാണ്. അപ്പൊ അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്റെ നമ്പർ ഉണ്ടല്ലോ മാം, ഓക്കെ സാർ. വിളിക്കാം. സിറ്റിംഗ് എങ്ങനെയും കിട്ടിയാലോ എനിക്കത് ഹീലായി പോവണം. ആകെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഒരു സിറ്റിംഗിൽ സംസാരിച്ചിക്കാണ്ട് ഒരു ഫോർഗീവ്നെസ് ഇല്ലേ. നോക്കാം കേട്ടോ. മെസ്സേജ് അയക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഓക്കെ, ശരിയാക്കാം. താങ്ക് യു താങ്ക് സാർ. യു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അമ്പിളി മാം ക്ലിയർ ആയോ? നേരത്തെ ചോദിച്ച് കണ്ണടച്ച് ചെയ്യാം അതോ കണ്ണ് തുറന്ന് ചെയ്യണോ ചോദിച്ചല്ലോ. ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും വാതിലടച്ച് ചെയ്തോണ്ടി കസാലയിൽ ഇരിക്കുമ്പോ. അടിയൊക്കെ ഉണ്ടാവൂലേ? അടി ഉണ്ടാവും, ഭ്രാന്താന്ന് പറയും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ അനുഭവിച്ചതാ. താങ്ക് യു. നമുക്ക് വേറെ സെഷനായിട്ട് അടുത്ത ആഴ്ച
കാണാം. താങ്ക് യു. താങ്ക് യു.